ഇവിടെ ഹീറോയിനെ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ വിളിച്ചിട്ട് ഇവൾക്ക് അബ്രോഡ് പോകാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയായി, ഇനി നീ അവിടെ പോയി ഡാൻസ് പഠിച്ചോളാനായിട്ട് പറയുന്നു. ഇവളുടെ അച്ഛനൊന്നും അറിയാതെയാണ് ആ സിസ്റ്റർ ഇവൾക്ക് ആ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നത്. കാരണം ഇവൾക്ക് അച്ഛന്റെ കമ്പനി നോക്കി നടത്താൻ ഒരു താല്പര്യമില്ല. അച്ഛൻ അറിഞ്ഞാൽ ഇതിന് സമ്മതിക്കയില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്ററിനോട് ഇവൾ ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി റോഡ് ക്രോസ് ചെയ്യുന്ന ടൈം കറക്റ്റ് ഇവളെ ഒരു വണ്ടി വന്നിരിക്കുന്നു. അങ്ങനെ ഇവളിപ്പോ ഗുരുതരാവസ്ഥയിലെ റോഡിൽ കിടക്കാണ്. എന്നാൽ അതേ സമയം തന്നെ പെട്ടെന്ന് ഇവളുടെ അടുത്തേക്ക് നമ്മുടെ ഹീറോ ഓടി വരുന്നു. ഇവൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇയാൾ എന്തിനാണ് തന്നോട് ഇത്ര കെയർ കാണിക്കുന്നതെന്ന്. അത് ഇവളുടെ അങ്കിളാണ്, പക്ഷെ ഇവൾക്ക് ഇവനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇവള് 3 വർഷങ്ങളെ കൊണ്ട് ഇപ്പോ കോമയിലാണ്. ഹീറോയിൻ ഒരുപാട് വിശ്വസിച്ച അവളുടെ ഫാമിലി ഈ 3 വർഷവും ഇവളെ തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ഹീറോ മാത്രമാണ് ഒരു ദിവസം പോലും വിടാതെ ഇവളെ കാണാനെത്തുന്നത്. കാരണം ഇവന് പണ്ട് മുതലേ തന്നെ ഇവളെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഹീറോയിന് ഇന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കാണ്. മാത്രമല്ല ഇവളുടെ ബർത്ത്ഡേ ദിവസം തന്നെ ഇവള് മരണപ്പെടുകയും ചെയ്തു. പക്ഷെ അത് ഇവന് താങ്ങാനേ ആവുന്നില്ല. എന്തെങ്കിലും അവൾ എഴുന്നേൽക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇവനുണ്ടായിരുന്നത്. എന്നാൽ അതേ സമയം തന്നെ ഹീറോയിൻ അവളുടെ കഴിഞ്ഞുപോയ സ്കൂൾ ലൈഫിലേക്ക് പുനർജനിക്കുന്നു.